അപ്പോൾ ഗൈസ് ഞാനും കസിനും കൂടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതേ പോണു ഇവളാണ് എൻ്റെ കസിന്. അപ്പോൾ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് റോഡിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ബസ്സും കാര്യങ്ങളൊന്നും ഓടുന്നുണ്ടായിരുന്നില്ല, റോഡ് പണി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വരുന്നു ദേവദൂതനായി റിക്ഷ വാലചേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ടോ. ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞങ്ങളോട് പറയുന്നുണ്ട്, ഒന്ന് കൈ കാണിക്കും, ഒന്ന് ഇതിലേക്ക് നോക്ക്. അപ്പോൾ അവളൊന്ന് ജസ്റ്റ് നോക്കി ഒന്ന് കൈ കാണിച്ചു തരികയാണ് ഗൈസ്. അപ്പോൾ തൂത എത്തിയിരിക്കുന്നു. ഞങ്ങൾ തൂത ഇക്കരെയാണ് ഇറങ്ങിയത്. അക്കരെയാണ് കേട്ടോ തൂതമ്പലം. അപ്പോൾ ഇതാണ് ഗൈസ്, ഇതാണ് നമ്മളെ തൂതപ്പാലം. ഇതിന് ഒരുപാട് സവിശേഷതകളൊക്കെ ഉണ്ട്. തൂതപ്പാലം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് പണിതതാണ് എന്നൊക്കെയാണ് പണ്ട് അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ പറഞ്ഞിരുന്നത്. എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. എന്ന് വെച്ചാൽ പാലക്കാട് മലപ്പുറം ജില്ലയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണ് ഈ തൂതപ്പാലം. ഏകദേശം ഒരു 90 വർഷമൊക്കെ ആയി കാണും എന്ന് വിചാരിക്കുന്നു. എനിക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതുകൊണ്ട് അത് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഈ കുത്തിയൊലിച്ച് പോകുന്ന വെള്ളം കണ്ടോ, മഴ പെയ്യുമ്പോൾ നന്നായി പാലത്തിൻ്റെ ഏകദേശം ഒരു പകുതി മുക്കാലും നിറയും. നമ്മൾ ആ അമ്പലം മൂടാറുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് മൂടലുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു 6 മണി 6:15 ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ടൈമിൽ കുറച്ച് മുത്തശ്ശന്മാരൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞിരിക്കും കേട്ടോ. നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ തൂതമ്പലം എന്ന് പറയുന്ന കൊച്ചു ക്ഷേത്രം. ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലം കൂടിയാണ്. നേരം ആയതുകൊണ്ട് തന്നെ ഇവിടെ ദീപം തെളിയിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നാഗത്തറയിൽ പോയി തൊഴുത് വരുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. തൂത പറമ്പ്, ഇവിടെയാണ് പൂരങ്ങളൊക്കെ നടക്കാറ്. ഇതാണ് കൂത്ത് നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് തൂതപ്പൂരം, പ്രശസ്തമായ തൂതപ്പൂരം നടക്കുന്നൊരു സ്ഥലമാണിത്. നിങ്ങൾ ആരൊക്കെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതാണ് തൂതപ്പുഴ. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് ഫുള്ള് മൂടും. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കളിക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്ക് വെള്ളം കണ്ട പറ്റി ഇങ്ങനെ ആക്കാൻ തോന്നി. അപ്പോൾ വെറുതെ വെറുതെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചിട്ട് ഞങ്ങൾ ആകാശത്തോട്ടൊന്ന് നോക്കിയപ്പോൾ ഒരുപാട് പറവ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊരു നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ അല്ലേ. ഇവിടെ വെറുതെ ഇങ്ങനെ വന്നിരിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ പിന്നെ രാത്രിയായി ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്, വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ്, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് വീട്ടിലെത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീട്, ഇതാ എത്താൻ പോയിരിക്കുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നിങ്ങൾ ആരൊക്കെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞാൽ മതി.